നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിലെ ഒരുപാട് ചിട്ടകളൊക്കെ നോക്കി നടക്കുന്നവരാണല്ലേ. മുക്കുറ്റി ചാന്ത് തൊടുന്നതും അതുപോലെ തന്നെ ദശപുഷ്പങ്ങൾ ചുടുന്നതുമൊക്കെ കർക്കിടക മാസത്തിൽ പതിവാണ്. ദിവസവും ചിലർ 12 ദിവസവും ഒക്കെ ചിലവർ കർക്കിടക മാസത്തിലെ ഒരു 10-15 ദിവസമൊക്കെ അടുപ്പിച്ച് മുക്കുറ്റി ചാന്ത് തൊടാറുണ്ട്. രോഗസാധ്യതകൾ ഒരുപാട് കൂടുതലുള്ള ഈ കർക്കിടക മാസത്തിൽ മുക്കുറ്റിക്ക് വലിയ രീതിയിൽ മരുന്ന് ഗുണമുള്ള ഒരു ഔഷധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വാതപിത്ത രോഗങ്ങൾ മാറാനും വിഷാഹാരിയായിട്ട് പ്രവർത്തിക്കാനൊക്കെ നമ്മുടെ ശരീരത്തിലെ പ്രമേഹം നിയന്ത്രിക്കാനുമൊക്കെ മുക്കൂറ്റിക്ക് സഹായിക്കാറുണ്ട്. നമ്മൾ നെറ്റിയിൽ പൊട്ടുകുത്തുന്ന ഭാഗം എന്ന് പറയുന്നത് ശരീരത്തിലെ നാഡികളുടെ പ്രധാന കേന്ദ്രമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ മുക്കൂറ്റിച്ചാന്ത് തൊടുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ നന്നായി ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഈ ഒരു കുറി തൊട്ട് കൊടുക്കുന്നത് വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും ഉന്മേഷവും കൂട്ടാൻ വളരെയധികം സഹായിക്കും. അപ്പം നമ്മൾ ഇതുപോലെ മുക്കുറ്റി എടുക്കുക, ഇല എടുത്ത് ഒരു കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് തൊട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർക്കിടകം ചിലവർ 1 മുതൽ 10 ദിവസം വരെ 15 ദിവസം വരെയും ചിലവർ അവസാനം വരെയും തൊടാറുണ്ട്. നമ്മുടെ വീടിൻ്റെ പറമ്പുകളിലും വഴിയോരങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും നൽകാതെ വളരുന്ന നല്ല ഭംഗിയായിട്ട് പൂക്കളോടുകൂടി നിൽക്കുന്ന ആ ഒരു ചെടിയാണ് നമ്മുടെ മുക്കുറ്റി. പ്രായം പെട്ടെന്ന് തോന്നാതിരിക്കാനും നിത്യയൗവനം നിലനിർത്താനും സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ ഈ കൊച്ചു ചെടിക്കുണ്ട്. അപ്പോൾ വയറുവേദന മുതൽ പ്രമേഹത്തിനും അർശസിനും വളരെ പരിഹാരമേകുന്ന മുക്കുറ്റിയുടെ പ്രധാന ഔഷധങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. പ്രത്യേകിച്ച് കർക്കിടക മാസമാണ്. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെയാണ് ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പ്രായമകലിനെ തടയാനും ചർമ്മത്തിനും ശരീരത്തിനും യുവത്വം നിലനിർത്താനും മുക്കുറ്റി വളരെ വിശേഷപ്പെട്ടതാണ്. മുക്കൂറ്റി, തഴുതാമ, ബ്രഹ്മി എന്നിവ സമൂലം, അതായത് വേരോടുകൂടി ഒരേ അളവിലെടുത്ത് അരച്ച് പേസ്റ്റ് ആക്കുക. ഇതിലേക്ക് അല്പം തേനും ദിവസവും ചേർത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ യൗവനം നിലനിർത്താൻ സഹായിക്കും. യൗവനം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് 70 വയസ്സുണ്ടെങ്കിൽ നമ്മൾ 20 വയസ്സ് പോലെ ആവുമെന്നല്ല, നമുക്ക് ആ ആരോഗ്യം അത് നമുക്ക് എന്താ പറയുക, ഒരു ചെറുപ്പക്കാരെ ആരോഗ്യത്തിലേക്ക് നിൽക്കാൻ പറ്റും. അത്ര നമ്മുടെ ആ പ്രായമാവുന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒന്നാണിത്. പിന്നെ അതുപോലെ പ്രമേഹം, വെരിക്കോസ് വെയിനൊക്കെ മാറാൻ നല്ലതാണ്. അത് മുക്കൂറ്റിയിട്ടുള്ള വെള്ളം തിളപ്പിക്കുന്നത് ഞാൻ കാണിക്കാം വീഡിയോയിലൂടെ. അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വേരിക്കോസ് വെയിന് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറാനും മുക്കൂറ്റി കഷായം ബെസ്റ്റാണ്. അതുപോലെ തന്നെ പ്രമേഹത്തിന് 1 അല്ലെങ്കിൽ 2 മുക്കൂറ്റി വേരോടെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ഷുഗർ ലെവൽ കുറയ്ക്കാൻ നല്ലതാണ്. അത് നമ്മൾ എല്ലാ ദിവസവും കുടിക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണേന്ന്. ആദ്യം നമുക്കൊരു 3-4 ഒരു 5 മുക്കൂറ്റി എടുക്കണം. ഞാൻ നല്ല ഒരു 5-6 മുക്കൂറ്റിയുടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സമൂലമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വേരെല്ലാം നല്ല രീതിയിൽ കഴുകണം. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് ഇപ്പോൾ മഴക്കാലമാണ്, കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് പ്രാണികൾ, പുഴുക്കളൊക്കെ കയറും. നമ്മൾ എത്ര നല്ല സ്ഥലത്താണ് നിൽക്കണമെന്ന് വിചാരിച്ചാലും അത്യാവശ്യം പുഴുക്കളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നല്ല രീതിയിൽ കുറച്ച് നേരം വെച്ചിട്ട് നന്നായിട്ട് കഴുകണം. എത്ര പ്രാവശ്യം നിങ്ങൾ കഴുകി ഇത് ക്ലീൻ ആക്കാൻ പറ്റുമോ അത്രയും കഴുകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. വേരും പൂവും കായും എല്ലാ ഭാഗവും നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇതുപോലെ കഴുകിയെടുക്കുക. ഒരു 2-3 ട്രിപ്പ് വെള്ളത്തിലാണെങ്കിലും കഴുകിയെടുക്കുക. അതുപോലെ വേര് നമുക്ക് പൈപ്പിൻ്റെ ചോട്ടി വെച്ചിട്ട് നന്നായിട്ട് ആ മണ്ണ് ഫുള്ളായിട്ട് കളയാട്ടോ. അപ്പോൾ ഇപ്പോൾ അറിയാലോ, നമുക്ക് മഴക്കാലമാണ്, ഒത്തിരി പ്രാണികൾ. പിന്നെ ഇത് നിൽക്കുന്ന സ്ഥലം കൂടി നിങ്ങൾ നോക്കണം. അഴുക്ക് സ്ഥലത്തൊന്നും ഉണ്ടായത് നിങ്ങൾ പറിച്ചെടുക്കരുത്. നല്ല സ്ഥലത്ത് ഉണ്ടായി നിൽക്കുന്നത് മാത്രം പറിച്ചെടുക്കാൻ നോക്കുക. ഇത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇച്ചിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല വെള്ളത്തിലിട്ടിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് കഴുകിയായിട്ട് എടുക്കാം. ഇത് വൃത്തിയായി പറയുന്നതെന്ന് വെച്ചാൽ കാര്യം അത്രയേറെ പുഴുക്കളും പ്രാണികളും ഇതിനകത്ത് ഉണ്ടാവും. അതിലെ ഇരട്ടി ഗുണങ്ങൾ നമ്മുടെ ഇലക്കുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ നല്ല രീതിയിൽ കഴുകിയിട്ട് എടുക്കുക. അപ്പോൾ അതാ കഴുകി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ കഴുകി നല്ല രീതിയിൽ വെച്ച നമ്മുടെ മുക്കൂറ്റി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് നമ്മൾ ഇതിന് വെച്ച് കഷായമാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഇതിൻ്റെ സമൂലമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ സമൂലം എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലൊരു പാത്രത്തിൽ, കട്ടിയുള്ള പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇത് എല്ലാ ദിവസവും കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇപ്പം നമുക്ക് തീ ഓണാക്കിയിട്ട് തിളപ്പിക്കാൻ വെക്കാം.
ഇത് നമ്മൾ വറ്റിച്ചെടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ചാൽ കുറച്ച് ഗുണം കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാൻ നോക്കുക. നമ്മളിത് വറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല തീയിലിട്ട് തിളപ്പിച്ചെടുക്കരുത്. നമ്മൾ ഇതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു രീതിക്ക് ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ തീയിൽ തിളച്ച് ആ ഇലയിൽ നിന്നുള്ള കംപ്ലീറ്റ് സത്ത് നമുക്ക് അതിനകത്ത് നിന്ന് ഇറങ്ങി വരണം. ഇത് ഏറ്റവും എളുപ്പവും ഭയങ്കര സിമ്പിളായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത്രയേറെ ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സത്തുകൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ട് കിട്ടും. 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഗുണമാണ് കേട്ടോ. അപ്പോൾ അത് വറ്റി ഏകദേശം നല്ല കൊഴുത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളറും ഗുണമൊക്കെ കിട്ടും. ഇതെന്ന് വെച്ചാൽ നമുക്ക് വേരിക്കോസ് വെയിനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. 20 മുക്കൂറ്റിത്തണ്ടും 300 ml വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് അത് കഷായമാക്കിയിട്ട് 1 മാസം തുടർച്ചയായിട്ട് കുടിക്കുന്നത് നമുക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന പ്രശ്നം മാറാൻ നല്ലതാണ്. ഇതിപ്പോൾ ഷുഗർ പേഷ്യൻസിനെ കാണിച്ചേക്കുന്നത്. ഷുഗർ പേഷ്യൻസിന് ഇത് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുത്തിട്ട് എന്നും രാവിലെ, അതായത് അതിരാവിലെ തന്നെ ഇത് കുടിക്കുക. ഒരു 7 ദിവസമെങ്കിലും കുടിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് പകുതി നമ്മുടെ ആ ഒരു ഷുഗർ ലെവൽ കറക്റ്റ് ആവാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഏകദേശം തിളച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. ഈ മുക്കൂറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരിയേറെ ഉണ്ട് കേട്ടോ. ദഹന പ്രശ്നങ്ങൾക്ക് മുക്കൂറ്റി സമൂലം വേറെടുക്കാൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെള്ളത്തിലിട്ട് കുടിക്കുന്നത് വയറ് കടിയൽ, അതുപോലെ ഗ്യാസ് ട്രബിൾ, ദഹനക്കേട് എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ശരീരത്തിന് ഒരു തണുപ്പിന് ചൂട് കാലത്തൊക്കെ മുക്കൂറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ല തണുപ്പും ഉന്മേഷമൊക്കെ നൽകും. പിന്നെ അതുപോലെ തന്നെ മോരിൽ കലക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ കലക്കി കുടിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഈ നമ്മുടെ ഈ മുക്കൂറ്റിയുടെ കളറ്. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു ഗ്ലാസ് 3/4 ഗ്ലാസ് ആയിട്ട് നമുക്ക് വറ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ച് കുടിക്കണം കേട്ടോ. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഉറപ്പായിട്ട് ഇത് കഴിക്കാൻ നോക്കുക. അത്രയേറെ ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. മുക്കൂറ്റി ഉപയോഗിച്ച് മോരിൽ കലക്കി ഉപയോഗിക്കാം. മുക്കൂറ്റി നന്നായിട്ട് കഴുകി അരച്ചെടുക്കുക. അത് ഒരു 1/2 സ്പൂൺ എടുത്ത് കട്ടി കുറഞ്ഞ മോരിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വയറിളക്കത്തിനും വയറുവേദനയ്ക്കും പെട്ടെന്ന് ആശ്വാസം നൽകും. അതുപോലെ തന്നെ ലേഡീസിന് മെയിനായിട്ട് എല്ലാ മാസവും പീരീഡ്സ് വരുന്ന സമയത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവവും അതൊക്കെ കുറയ്ക്കാനായിട്ട് മുക്കൂറ്റി അരച്ചതും അല്പം തേനും ചേർത്ത് ദിവസവും കഴിക്കുന്നത് അമിതമായിട്ടുള്ള ആർത്തവസ്രാവം തടയാനായിട്ട് സഹായിക്കും. വയറുവേദനയൊക്കെ കുറയാൻ നല്ലതാണ്. പിന്നെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുറിവ് വീക്കത്തിനും പുറമെ പുരട്ടാൻ നല്ലതാണ്. തരച്ച് മുക്കൂറ്റിയിലെയും 2 ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് അത് മുറിവുകളിൽ ഒരു ചെറിയ പ്രാണികൾ കടിച്ച ഭാഗത്തൊക്കെ നമുക്ക് പുരട്ടുന്നത് നീരും വേദനയൊക്കെ കുറയാൻ നല്ലതാണ്. കൂടാതെ നമുക്ക് ആസ്മയോ ചുമയോ ഉള്ളവർ മുക്കൂറ്റി അരച്ച് തേനിൽ ചേർത്തോ കരിക്കും വെള്ളത്തിലൊക്കെ ചേർത്തോ കഴിക്കുന്നത് ശ്വാസകോശ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പൈൽസ് രോഗം ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊരു 3-4 ഇലകൾ എടുക്കുക. മുക്കൂറ്റിയുടെ ഇലകൾ എടുത്തിട്ട് അതിൻ്റെ തണ്ടും ഇലയൊക്കെ എടുക്കുക. വേരെടുക്കേണ്ട ആവശ്യമില്ല. ഇതെടുത്തിട്ട് അതിൻ്റെ നീര് ഒന്നെങ്കിൽ എടുത്ത് താറാവ് മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് വാട്ടി കുടിക്കുന്നത് നല്ലതാണ്. അത് വാട്ടി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇലകൾ ഇട്ടിട്ട് അത് ഒരു ബുൾസേ പോലെയോ ഓംപ്ലേറ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടമുള്ള രീതിയിൽ താറാമുട്ട തന്നെ എടുക്കണം. അത് നമുക്ക് പൈൽസ് രോഗങ്ങളൊക്കെ മാറാൻ നല്ലതാണ്. അങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങളുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു മുക്കൂറ്റി. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ കഴിച്ചാൽ കുറച്ച് ഗുണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ അകാലനര തടയാനൊക്കെ നമ്മുടെ കാച്ചുന്ന എണ്ണകളിൽ കൂടി നമ്മുടെ മുക്കൂറ്റി സമൂലം ചതച്ചിടുന്നത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു രീതിയാണ് കേട്ടോ. അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലും വീട്ടുപറമ്പിലും നിൽക്കുന്ന ഈ ഒരു ചെറിയ മുക്കൂറ്റി എത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് നോക്കിക്കേ. ഇനി മുക്കൂറ്റി കാണുമ്പോൾ വെറുതെ പിഴുത് കളയാതെ ഈ പറഞ്ഞ രീതിയിലൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ. അപ്പോൾ അടുത്ത തവണ മുക്കൂറ്റി കാണുമ്പോൾ വെറുതെ കളയരുത്. ശുദ്ധമായ സ്ഥലങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ കൊച്ചറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ചെറിയൊരു കാര്യമാണെന്നെങ്കിലും ഒത്തിരി ഗുണമുള്ള കാര്യമാണ്.